പ്രോട്ടോകോൾസും റൂൾസും നിയമങ്ങളൊന്നും പാലിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കുന്നത്? പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലേഴ്സിന്റെ സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്. നമുക്കറിയാം, ഓൾറെഡി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 20 കൗൺസിലേഴ്സിന്റെ സത്യപ്രതിജ്ഞ അസാധുവായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഈ കൗൺസിലേഴ്സിനെ കൊണ്ടൊക്കെ എന്ത് ചെയ്യണം, പുതുതായിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യണം, സത്യപ്രതിജ്ഞ എടുക്കണമെന്ന്. അതിനെ തുടർന്ന് 19 കൗൺസിലേഴ്സ് എന്ത് ചെയ്തു, സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ എടുത്തിട്ടുള്ള സത്യപ്രതിജ്ഞയും അസാധുവാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമുക്കത് പരിശോധിക്കാം. അതുപോലെ പലർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ പറഞ്ഞിട്ടുള്ള 20 കൗൺസിലേഴ്സിനെ വെച്ചിട്ടാണല്ലോ, ഇലക്ട് ചെയ്തിട്ടാണല്ലോ മേയർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഇവരുടെ സത്യപ്രതിജ്ഞ അസാധുവായ സ്ഥിതിക്ക് മേയറുടെ ഓഫീസ് നിലനിൽക്കുമോ എന്നൊരു സംശയമുണ്ട്. നമുക്കത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി ഇപ്പോഴത്തെ പുതിയതായിട്ട് എടുത്തിട്ടുള്ള സത്യപ്രതിജ്ഞയിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് കാണാം. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന പുനഃസത്യപ്രതിജ്ഞയും കോടതിയിലെത്തിയേക്കും. സത്യപ്രതിജ്ഞാ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട വരണാധികാരിയായ ജില്ലാ കളക്ടറോ അവരുടെ പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കാത്തത് ചട്ടവിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ കളക്ടറെ വിവരം അറിയിച്ചിരുന്നുവെന്നാണ് ഭരണസമിതിയുടെ വാദം. അതേസമയം ആദ്യ സത്യപ്രതിജ്ഞ മുതൽ രണ്ടാം സത്യപ്രതിജ്ഞ വരെയുള്ള കാലയളവിൽ നടന്ന മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നിർത്തിവെക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം കോടതിയിൽ ഉയർത്തും. സുനിഷ അയ്യലൂർ ചേരുന്നു. സുനിഷ, അങ്ങനെ വിവാദങ്ങളും പ്രശ്നങ്ങളും തീരുന്നേയില്ല. ഇപ്പോൾ പുനഃപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടും പുതിയ വിവാദമുണ്ട്. വരണാധികാരി പങ്കെടുക്കാത്തത് അയോഗ്യമാക്കണമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിൽ? റോഷ്നി, ഹൈക്കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ തന്നെ എടിപിടി എന്നുള്ള രീതിയിലായിരുന്നു BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. പക്ഷേ ഈ സത്യപ്രതിജ്ഞയും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രധാനമായും ഇങ്ങനെ ഒരു കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണാധികാരി എന്ന രീതിയിൽ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തുന്ന ആളുകളോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ആരും തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് LDF കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കുന്ന വാദവും. അത് ചൂണ്ടിക്കാണിച്ച് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് അവർ ആലോചിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ മേയറും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ ധനകാര്യ സ്ഥിരം സമിതി അംഗം എന്നുള്ള രീതിയിൽ ഡെപ്യൂട്ടി മേയർ ചെയ്തിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അതെല്ലാം അയോഗ്യമാക്കണം എന്നുള്ളൊരു ഒരു കാര്യം കൂടി LDF കൗൺസിലർമാർ അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് നിലവിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ഏതായാലും പുനഃസത്യപ്രതിജ്ഞ കഴിഞ്ഞെങ്കിൽ പോലും അതും പുനഃപരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യമായി ഉയരുകയും ചെയ്യുന്നത്. അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴാണ്, മാധ്യമങ്ങൾക്ക് അറിയിപ്പ് നൽകിയപ്പോഴാണ് ഈ പറയുന്നത് പോലെ കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള പ്രതിപക്ഷം അടക്കം ഇത് അറിഞ്ഞത് എന്നുള്ളൊരു ആരോപണം കൂടി അന്ന് തന്നെ ശക്തമായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയോഗ്യമാക്കണം ഇവരെ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF കൗൺസിലർമാർ കോടതിയിൽ കയറും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം അടക്കം വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, ഇതാണ് പ്രശ്നം. സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ അവിടെ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. നമുക്കിതിന്റെ നിയമവശം ചെക്ക് ചെയ്താലോ? കേരള മുനിസിപ്പാലിറ്റി പ്രൊസീജിയർ ഫോർ മീറ്റിംഗ് ഓഫ് കൗൺസിൽ റൂൾസ് 1995. ഇതിൽ കൗൺസിൽ മീറ്റിംഗ്സും നോട്ടീസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എല്ലാ കൗൺസിലേഴ്സും സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് അവിടെ വേണമെന്ന് ഈ ഒരു റൂളിൽ എവിടെയും പറയുന്നില്ല. എന്നുള്ളത് ഗവൺമെന്റ് ഓർഡർ ആണ്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഇഷ്യൂഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ പറയുന്നത് ഡേറ്റ് ആൻഡ് ടൈം പറയുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ, അതായത് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ആവണം ഫസ്റ്റത്തെ കൗൺസിലറിന് ഈ സത്യപ്രതിജ്ഞ എടുത്തു കൊടുക്കേണ്ടത്. എന്നാൽ ഇതിലും പറയുന്നില്ല എല്ലാ കൗൺസിലേഴ്സിനും എന്ത് ചെയ്യണം, ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് എന്ത് ചെയ്യണം, എടുത്തു കൊടുക്കണമെന്ന് എവിടെയും പറയുന്നില്ല. അതുപോലെ ഇനി നോക്കാനുള്ളത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 ആണ്. അതിൽ സെക്ഷൻ 143 ഇതിൽ പറയുന്ന ഒരു കാര്യം, ഫസ്റ്റ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം, അതായത് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള ഇലക്ട് ചെയ്യപ്പെട്ടുള്ള കൗൺസിലറിന് എന്ത് ചെയ്യണം, ഓത്ത് എടുത്തു കൊടുക്കണം, സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കണം. അതിനുശേഷം ഈ ഒരു കൗൺസിലർ എന്ത് ചെയ്താൽ മതി, മറ്റുള്ള ആളുകൾക്ക്, അതായത് മറ്റുള്ള കൗൺസിലേഴ്സിന് എന്ത് ചെയ്താൽ മതി, സത്യപ്രതിജ്ഞ എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൗൺസിലേഴ്സിന് എന്ത് ചെയ്യണം, എടുത്തു കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് വേണം. എന്നാൽ അതേസമയം മറ്റുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ, അതായത് മറ്റുള്ള കൗൺസിലേഴ്സിന് എടുത്തു കൊടുക്കുമ്പോൾ എന്ത് വേണ്ട, ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് അവിടെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഈ റൂളിലോ അല്ലെങ്കിൽ ഈ ആക്ടിലോ എവിടെയും ഈ കാര്യം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് അവിടെ ഒരു ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 പ്രകാരം കൗൺസിലേഴ്സിനെ ഇലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് സത്യപ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ സത്യപ്രതിജ്ഞ എടുത്തിട്ടുള്ള കൗൺസിലേഴ്സ് എന്ത് ചെയ്യണം? മേയറിനെ തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ മേയറിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരാണ്? ഈ പറയുന്ന 20 കൗൺസിലേഴ്സ്, അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരുടെ സത്യപ്രതിജ്ഞ ഇൻവാലിഡ് ആണ്, അസാധുവാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ 20 കൗൺസിലേഴ്സും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മേയറിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ മേയറുടെ ഓഫീസ് വാലിഡ് ആണോ? കാരണം ഇവർ ശരിക്കും കൗൺസിലർ ആണോ? അല്ല. കാരണം അവരുടെ കൗൺസിൽ പദവിയിലേക്ക് വരേണ്ട അവരുടെ ഓത്ത് സത്യപ്രതിജ്ഞ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? റദ്ദാക്കിയിട്ടുണ്ട്. പുതിയ സത്യപ്രതിജ്ഞ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു മേയറിന്റെ ഓഫീസ് അവിടെ നിലനിൽക്കുമോ? നമുക്ക് പരിശോധിക്കാം. അക്കോർഡിംഗ് ടു ദി മുനിസിപ്പൽ ആക്ട് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ഇൻവാലിഡേറ്റ് ദി മേയേഴ്സ് ഇലക്ഷൻ ഇൻ സച്ച് എ സിറ്റുവേഷൻ. അതായത് ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 പ്രകാരം എന്ത് ചെയ്യുന്നില്ല? ഓട്ടോമാറ്റിക്കലി മേയറിന്റെ ഓഫീസ് അല്ലെങ്കിൽ മേയറിന്റെ ഇലക്ഷൻ എന്ത് ചെയ്യുന്നില്ല? ഇൻവാലിഡ് ആണെന്ന് കാണിക്കുന്നില്ല. അതുപോലെ ഈ കോടതിയുടെ ജഡ്ജ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 20 കൗൺസിലേഴ്സിന്റെ സത്യപ്രതിജ്ഞ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഈ മേയറുടെ ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മേയറിന്റെ ഓഫീസ് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കും. എന്നാൽ അതേസമയം കോടതിയിൽ നിന്നും മറ്റൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ, അതായത് മേയറിന്റെ ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേയറുടെ ഓഫീസ് അവിടെ നിലനിൽക്കില്ല. ഇപ്പോഴത്തെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ഇപ്പോഴുള്ള മേയറിനെ ഇലക്ട് ചെയ്തിട്ടുള്ളത് ഓൾറെഡി അവരുടെ സത്യപ്രതിജ്ഞ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവാലിഡ് ആണ്, അസാധുവാണെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ച അവരാണ് ഈ മേയറിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കോടതിയിലേക്ക് ഒരു കേസ് പോയി അതിന് ചിലപ്പോൾ ഉത്തരവ് വരിക ഈ മേയറിന്റെ ഇലക്ഷനും ഇൻവാലിഡ് ആണെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ സത്യപ്രതിജ്ഞ, അതായത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള, അതായത് ചെയ്തിട്ടുള്ള സത്യപ്രതിജ്ഞയും ഇൻവാലിഡ് ആണെന്ന് പറയേണ്ടി വരും. കാരണം അതിന്റെ ചെയർമാൻ ആയിരിക്കും ഓത്ത് എടുത്തു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ മേയറാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പോഴത്തെ ഈ ഒരു സത്യപ്രതിജ്ഞ എടുത്തു കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഒരു മേയറിന്റെ ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സത്യപ്രതിജ്ഞക്കും അവിടെ വാല്യൂ ഇല്ലാതെയാകും. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നടന്നിട്ടുള്ള സത്യപ്രതിജ്ഞ അസാധു ആവണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മേയറുടെ ഇലക്ഷൻ അസാധു ആവണം, അത്ര തന്നെ. പിന്നെ ഇന്നലെ മേയറുടെ ഓഫീസിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും കൂട്ടയടിയൊക്കെ നടന്നിട്ടുണ്ട്. അതിനിടയിലുള്ള ചില ഡ്രാമകൾ ഒന്ന് കണ്ടാലോ? അതായത് ആ അടിപിടിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിക്കേറി ഘോരഘോരം പ്രസംഗിച്ച വ്യക്തിയെയാണ് പിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. എന്താ അല്ലേ? ഒന്നും കൂടിയുണ്ട്. കണ്ടില്ലേ? ഒരു കുഴപ്പവുമില്ലാണ്ട് നല്ല സുഖമായി നടന്ന വ്യക്തിയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തോന്നി എന്റെ കാലെന്തോ പ്രശ്നമുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പ്ലാസ്റ്റർ അങ്ങ് വെച്ച് കെട്ടി. എന്താ അല്ലേ? ഇതൊക്കെയാണ് അഭിനയം. ഇവരൊക്കെയാണ് യഥാർത്ഥ അഭിനേതാക്കൾ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.